പിന്നെ ഇവിടെ പണിയുടെ എത്താ ജാതി എന്നോട് പറയാണെന്നുണ്ടെങ്കിൽ ആ പെർമാൻസിനെ കാണണ്ട മനസ്സിന് ചൂടുവെള്ളം കുടിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാണ് ഇപ്പം ചൂടുവെള്ളം. അല്ല എത്താപ്പ കാട്ട അങ്ങനെ കെട്ടിക്കൊടുന്നിട്ടുള്ള ഒരവസ്ഥ. ഒരു കാര്യം കേക്കണം. ഞാനാ സുൽത്താത്ത ഉണ്ടല്ലോ അവിടുത്തെ ഓലാടെ പോയിനി. ഓല നാത്തൂനും വിലക്കെ വന്നിക്കണ് പറഞ്ഞപ്പോഴേ അങ്ങനെ അങ്ങോട്ട് പോയപ്പോ എത്താണ് ഓലൊക്കെ കല്യാണത്തിന് ഇതിനെ കണ്ടതല്ലേ. നേരത്തെ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ, മേത്തെന്തെങ്കിലും ഒരു കാര്യം കാണും ഇതാക്കും വേണ്ടേ. എന്നാട്ടോ കാണാനും ഒരു മേനുണ്ടെങ്കിൽ തരക്കേടില്ല, അതുമില്ല. പിന്നെ അപ്പൊ എത്താ കാട്ട്. എന്നിട്ടാ ഓല് ഇതിനെ പറയണതൊന്ന് കേക്കണം. മനസ്സിന്റെ തൊലിയാണ്ട് ഉരിഞ്ഞു പോയ മാതിരിക്ക്. അതിനോട് ഞാൻ എത്ര പറഞ്ഞതാ ആ മറ്റേ അമ്മായിന്റെ മോളുണ്ടല്ലോ അതിനാണ് കെട്ടിയാ മതിയെന്ന്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുകയും നല്ല ചൊറുക്കുള്ള കുട്ടി. എപ്പോഴും അതിന് കല്യാണം കഴിഞ്ഞിട്ടില്ല. കേൾക്കിയപ്പോ നല്ല കൂട്ടാണ്. കണ്ട ടൈമിലൊന്നും വലിയതൊന്നും ഇല്ല. അറിഞ്ഞപ്പോഴല്ലേ ഇനി വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. എന്താ വെച്ചാല് പറഞ്ഞ പണ്ടം തന്നെ മുഴുവൻ തന്നിട്ടില്ല. നാട്ടാരടിക്ക് ഇറക്കാനും വെച്ച ഇങ്ങനത്തെ ഒരു ഇത് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസവും കാര്യം അതും ഇല്ലല്ലോ. എന്റെ ചങ്ങായിമാരുടെ ഇടയിലൊക്കെ പറയും. അപ്പൊ ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോക്കെ ഒരു എനിക്കിപ്പോ ഇതിനെ കിട്ടിയാണ് അങ്ങനത്തെ ഓരോരോ വർത്താനം. ഞാൻ ഇങ്ങനത്തെ തലയിലും വെച്ച് നടക്കണെന്നാല് എന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അമ്മാന്റെ കുട്ടിക്ക്. ഇപ്പോഴും നേരം വൈകിട്ടില്ല. ഇജ്ജ് ഓളെ ഒഴിവാക്കാനുള്ള എല്ലാം ഇതും നോക്കിക്കോ. ആലോചിച്ച് നോക്കോ ഒന്ന് പോയിങ്ങാണ്ട്. എന്നിട്ട് ഇജ്ജൊന്ന് തീരുമാനം എടുക്കും. ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പണി നോക്ക്. ആ ഇതുണ്ടെന്നെ ആജി ഓളെപ്പോഴും കെട്ടിച്ചിട്ടില്ലേ. നല്ല ചേലുള്ള ഒരു കുട്ടിയാണത്. സ്വത്തും കാര്യം അതും ഉണ്ട്. എവിടെയോ എന്താ എറണാകുളം അവിടെയൊക്കെ പോയി പഠിച്ചതുമാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അത് ഒഴിവാക്കിങ്ങാണ്ട് അതിനെ നല്ലോണം കെട്ടാൻ നോക്കുക. അത് ഇപ്പോഴും വേണമെങ്കിൽ പറഞ്ഞാല് കുഴപ്പമുണ്ടാകൂല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക. എന്തായാലും അതെല്ലാം വെച്ചോണ്ട് നടക്കൂല. വെച്ചത് എല്ലാവരും അടിയിലായാലും സുഖമില്ല, സമാധാനമൊന്നുമില്ല. മറ്റുള്ളവരുടെ അടിയിലായാലും ഭയങ്കര. ഞാൻ അതിന് പോവാ വഴിക്ക് പോയാ വെള്ളം ചൂടായിക്കും. എന്നാ പോയി വാ. തിരുമ്പിട്ടില്ല. എന്തൊക്കെ എന്റെ ഓറഞ്ച് ആക്കി തിരുമ്പിടാൻ ഇന്നലെ പറഞ്ഞല്ലേ ഞങ്ങള്. ഞാൻ തിരുമ്പി ചിക്കാൻ പോയതേന്. ഞാൻ തിരുമ്പി വെച്ചത് ഇത്തിരി ഇടാനും കൂടി എപ്പ എടുത്തരാം. ഞാനത് 100 ഞാൻ പറഞ്ഞിട്ട് എന്നോട് ഒരു ദേഷ്യം വിളിക്കാൻ നിൽക്കണേ. എത്ര വട്ടം എന്നോട് പറയണ്ടേ. ഒന്നിനെ കജിനെ പെരയിൽ പോയിക്കോ. ഇവിടെ ഇങ്ങനെ വലിയ ഇങ്ങനെ കെതിയിട്ട് നിൽക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? നമുക്ക് പോയിക്കൂടെ എന്നാല്. അങ്ങനെ പിരാന്തപ്പിച്ചാണ് അന്ന് നമ്മക്ക് പറഞ്ഞേല്. എന്ത് ഇതുകൊണ്ടാണ് അവനെ തലി കുടി വണ്ടിയും വരി. എന്തിനാ ഇങ്ങനെ പറയുന്നത്? എപ്പത് ഇസ്തിരി ഇട്ടുങ്ങാണ്ട് തരാ എന്നൊക്കെ പറഞ്ഞാണ് കെട്ടണ്ടെന്നുള്ളത്. അവന്റെ പൈസ ഒരു കൊന്തുമില്ല. ഞാൻ വാങ്ങിയില്ലാതെ വേറെ എന്ത് ചെയ്യാൻ എന്റെ കജ്ജിലുണ്ടോ? ഒരു അന്തുമില്ല. അതിന്റെ പഠിപ്പില്ല, ഒരു കൊന്തുമില്ല, ഒന്നുമില്ല. അതെങ്കിലും ഉണ്ടാവും കുറച്ച് അന്തും കുറച്ച് പഠിപ്പെങ്കിലും. എനിക്ക് പറ്റില്ല പോയിക്കാണ്ട് പേര് പോയിക്കോ. ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ ഇത്രയും പറയാൻ വേണ്ടിട്ട്.
ഞാൻ വേഗം ഇസ്തിരിട്ട് തരാം. അങ്ങനെയുണ്ടോ ഓരോരോ വണ്ടിയും. എത്തേക്കോള് ഇവിടെ കാട്ടി വെച്ചിക്കണ്. ആ ചോറും കറിയൊക്കെ ആക്കി വെച്ചിക്കണ്. കറി ഒന്നും കണ്ടാ തന്നെ ഒരു ഗുണല്ലേ. എങ്ങനെ അതൊക്കെ കൂട്ടി ചോറ് വെച്ച. മീൻ പൊരിച്ചിട്ടില്ലല്ലോ എപ്പോഴും. തേച്ചച്ച് പൊയ്ക്കണ്. തീരെ ഒരു ഇതില്ലാത്തൊരു പെണ്ണ് എവിടുക്ക് തണ്ടാൻ പൊയ്ക്കാണോ. എടി റസീന, റസീന. അമ്മ അല്ല, അജ്ജ എവിടെ പോയി കിടക്കേനിത്? ഇവിടുത്തെ പണി തീരുന്നതിന് മുമ്പ് പോയി റൂമിൽ കിടക്കലും തുടങ്ങിയ. ഞാന് തിരുമ്പിയത് ചിക്കി കഴിഞ്ഞാണ്ട് അവിടെ ഇസ്തിരി ഇടാണ്ടേനി. അത് ഇസ്തിരി ഇട്ടുങ്ങാണ്ട് കഴിഞ്ഞു. ചോറൊക്കെ ആക്കിക്കണേ, മീൻ പൊരിച്ചാലും കൂടി ഉള്ളു. എന്തെങ്കിലും പറഞ്ഞ അതിനൊക്കെ ഉണ്ടാവും ഒക്കെ ഒരു ന്യായം. ഇനി ഇവിടുത്തെ മീൻ പൊരിച്ചാലും ഇതൊക്കെ അല്ലേ, അത് ഞാൻ തന്റെ വീട്ടിൽ നിന്ന് വന്ന ആരെങ്കിലും പൊരിച്ചാൽ നിൽക്കുവോ? എന്തിനാ അമ്മന്റെ വീട്ടുകാരെങ്ങനെ പറയുന്നത്? ഓ, വീട്ടുകാരൻ പറയാൻ പാടില്ലല്ലോ. വലിയ കൊമ്പത്തുനിന്നാണല്ലോ ഇങ്ങോട്ട് വന്നിക്കണത്. എത്ര നല്ല ആലോചനകൾ വന്നതേനാ ജാബിക്ക്. എന്നിട്ട് കിട്ടിയതോ ഇങ്ങനത്തെ ഒരു ഒരുമ്പട്ടൊരു പെണ്ണിനെ. എത്ര എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് കൊടുന്നിക്കണത്. നേരത്ത് തെകയിലിടാനുള്ളത്. കുറച്ചെങ്കിലും അന്തസ്സുള്ളവരാണെങ്കിൽ മേത്തക്കുള്ളതാ പറഞ്ഞ വേണ്ടെങ്കിലും ഇങ്ങോട്ട് കൊടുത്തയക്കൂലേ. അതുമില്ല. എന്നിട്ട് ഓളൊന്നും ഇങ്ങനെ ചലക്കാണ്. എന്ത് ഇതാണ് എനിക്കുള്ളത് ഒന്ന് നല്ലത് എന്ന് പറയാനുള്ളത്? നാട്ടാരടിയൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇതെങ്ങനെയൊക്കെ പറയുന്നത്? കാണോലടിയില് മൊത്തം മാനക്കേട് മാത്രം. ഒക്കെ ഉണ്ടാക്കി ചേർന്ന് കാണാൻ പോയിക്കോളും. എവിടെ തണ്ടാൻ പോയതേനെയാ. ബാക്കി എന്താ പണി വെച്ചാ ഒന്ന് എടുത്തോളൂ. ഓളിങ്ങനെ നോക്കി കുത്തിരിക്ക. ഇവിടെ വന്നപ്പോ സുഖം കൂടിയിട്ടേ ഞാൻ ആക്കവേ മീൻ പൊരിക്കുന്നൊരു ചോറ് എന്താ ചെടുത്തൂടാണ്ട്. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഉമ്മ, എനിക്ക് ഇവിടെ തീരെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. എൻ്റെ റബ്ബേ, എന്താ പറ്റിയത്? എനിക്ക് കഴിയൂലമ്മ. ഇവിടെ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ എപ്പോ പിന്നെ ചീത്തറിയും കുറ്റം പറയും. ഇതന്നെ പണി. എനിക്ക് മതിയായിക്കണ. എപ്പ നോക്കിയാലും ഇതന്നെ ചീത്ത കേക്കന്നെ പണി. ഇവിടെ ആർക്കും ഇന്നെ ഇഷ്ടമില്ല. അത് സാരല്ല, എല്ലായിടത്തും ഇങ്ങനെ തന്നെ അല്ലേ. ഇതൊന്ന് സബൂറാക്. ഞങ്ങൾക്ക് അറിയായിട്ട് എന്താ ഇവിടെ സംഭവം എന്നുള്ളത്. എന്നെ കൊണ്ട് കഴിയൂല ഇവിടെ നിക്കാൻ. വലിയ സ്വർണ്ണല്ല, പൈസ ഇല്ല ഒക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ പറയും. ആ ഒന്നും സാരല്ല കുട്ടിയെ. ഇനി വാപ്പനൊക്കെ പറയുന്നുണ്ട് ഇവിടെ. എനിക്കൊന്നും ഇഷ്ടല്ല. ഞാൻ ഇവിടെ നിക്കണോ കാട്ടണോ ഒന്നും ഇഷ്ടമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2-3 മാസല്ലേ ആയിട്ടുള്ളൂ. ഇതൊന്ന് പിടിച്ചു നിക്ക അവിടെ. ഞാൻ പിടിച്ചൊക്കെ നിക്കുന്നുണ്ട്. മാസിനെ കൊണ്ട് പറ്റണില്ല ഇവിടെ. ഒരു കാര്യമില്ല. അതെന്നെ ചീത്തറിയും കാട്ടൊക്കെ ചെയ്യണത്. അറിയില്ല എന്താ കാട്ടണ്ടെന്നുള്ളത്. ഇതൊന്നും കരുതിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരല് നടക്കൂല മോളെ. എനിക്കറിയില്ല, എൻ്റെ തായൊക്കെ കുട്ടികളുള്ളതാ. ഇജ്ജ് ഇവിടെ വന്ന് നിന്നാല് ഓലൊക്കെ ഭാവിയും കൂടിയാണ് പോകുക. ഇജ്ജ് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് അവിടെ നിക്കാൻ നോക്ക്. വേറൊരു നിവൃത്തിയില്ല. ഓലൊക്കെ അവിടെ ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നതിനെന്താ? ഞാൻ അങ്ങോട്ട് വരും. കഴിയൂല ഇവിടെ നിക്കാൻ. ഇജ്ജ് ഇങ്ങോട്ട് വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കറിയില്ലേ എൻ്റെ കല്യാണം ഇപ്പം എങ്ങനെയൊക്കെയാണ് വാപ്പ നടത്തിയിരിക്കണത് എന്നുള്ളത്. നമ്മളെ കുടുംബത്തിലാണെങ്കിലും അയലോക്കത്താണെങ്കിലും ഒക്കെ മാനം പോകും ഇജ്ജ് ഇങ്ങോട്ട് വന്നാല്. എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് അവിടെ പിടിച്ച് നിക്കാൻ നോക്ക്. ഇത് ആദ്യമായിട്ടായോണ്ടാണ് ഇജ്ജ് വേറെ വീട്ടിൽ മാറി നിൽക്കണത്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. എങ്ങനെങ്കിലുമൊക്കെ അവിടെ പിടിച്ച് നിക്കാൻ നോക്ക്. ഇജ്ജ് ഇത് വാപ്പാനോടൊന്നും വിളിച്ച് പറയാൻ നിൽക്കണ്ട. ആ മനസ്സിന് താങ്ങാൻ കഴിയൂല ഇതൊക്കെ കേട്ടാല്. ഞാൻ വെക്കാണ്, വാപ്പ വരുന്നുണ്ട്. വെക്കിൽ എന്താ റബ്ബേ എന്നോട് ഇങ്ങനെ കാട്ടുന്നു? എനിക്കിപ്പോ പോകാനും തലല്ലാതായല്ലോ.
ആർക്കും വേണ്ട, വീട്ടിലുള്ളവർക്കും വേണ്ട. ഞാൻ എന്താ ചെയ്യുന്നത്? എവിടേക്ക് ഞാൻ പോവാ? മോനെ ജാബിയെ, എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേനോ ഓളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത്? ആമാ പറഞ്ഞാണ് ആദ്യം. ഞാൻ ഓളെയും കൂടി ഇങ്ങോട്ട് വിളിച്ചട്ടെ. ഇത് മതി ഇനി ഇവിടുത്തെ പൊറുതിയൊക്കെ ഉള്ളത്. നമുക്കൊന്ന് ഈ കാര്യം ഒന്ന് തീരുമാനിച്ചണല്ലോ. എന്താ വെച്ചാല്, എടി റസീന, റസീന. എന്താ അമ്മ? അല്ല, എൻ്റെ വീട്ടിൽ നിന്നേ ഇങ്ങോട്ട് വന്നപ്പം കൊടുന്ന പണ്ടത്തിന്റെ കണക്ക് പറഞ്ഞ അത്രയൊന്നും കൊടുന്നിട്ടില്ലല്ലോ ഇപ്പൊ ജെ. ഇതിന്റെ ബാക്കി ഇനി എന്താ ഇങ്ങോട്ട് എത്തല്? ഇവിടെ ഇങ്ങനെ സൂചിച്ച് വായാ വിചാരിച്ചേ കാര്യല്ല എൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടിക്കണത്. എന്തൊക്കെയാ അമ്മ നിങ്ങൾ പറയുന്ന? എന്ത് ചെയ്തിട്ടോ? ഒന്നുമില്ലാനും എന്നിട്ടോള് ഒരു പത്രാസും കാട്ടി നടത്തം. ഇനി ഇവിടെ നിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചണ്ട. ജാബിറും കൂടിയാണ് എന്നോട് ഇപ്പൊ ഈ കാര്യം പറഞ്ഞത്. ഓൻ എൻ്റെ ഒപ്പം നിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇജ്ജ് ഇനി ഇവിടെ നിക്കാന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ നിന്ന് വിട്ടാ. എവിടേക്ക് വെച്ചാ പോകാനുള്ള ഇത് തീരുമാനം എടുക്കണം. എന്താ എനിക്ക് പറയാനുള്ളത് ജാബിയെ? ശരിയാവില്ല. എത്ര വെച്ചാൽ നിങ്ങൾ സഹിച്ച വെയ്യത് കാണാൻ പോലെ നിരക്കില്ല. കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. നമുക്ക് തരാനുള്ള പല കാര്യങ്ങളിൽ വന്നു അത് പഠിക്കാറ് പേരേക്ക് പോകാൻ തന്നെ തീരാണ്. എന്തൊക്കെ ഞങ്ങളോടൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ പറയാൻ? ഇത്രയും ദാരിദ്ര്യമുള്ള ഒരു കുടുംബം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പുറത്തേക്ക് ഇവിടെ കൊണ്ടാകാൻ പറ്റും. ഒരാൾക്കാരെ അതിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന സാധനം കുടുംബക്കാരുടെ ഇല്ല. ഒരു കല്യാണത്തിന് പോയാലോ എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ടാകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് നമുക്ക് ഇത് നാളെ തന്നെ തീരുമാനമാണ്. വേണ്ട പോലെ ഇങ്ങനെ കാലം കഴിഞ്ഞ് പോയി പിന്നെ കൊണ്ട് കഴിയില്ല. ഒഴിവാക്കരുത്, ഒഴിവാക്കരുത്. ഞാൻ എന്തും ചെയ്യണില്ല. ഞാൻ പറയണൊക്കെ ചെയ്യുന്നില്ല. എന്തിനെന്തെങ്കിലൊക്കെ പറയണ? കൊറേ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒഴിവാക്കണം കണ്ടപ്പോ തന്നെ സഹിച്ച് ജീവിക്കാൻ പറ്റ. കൊറേ കണ്ണീർ ഒപ്പിച്ച് കാര്യമില്ല. എന്റെ പേരുകളിൽ നിന്നോ ഇത് വേറെ ആരും പോയി കിട്ടിക്കോ. നിങ്ങളെല്ലാരും ഇങ്ങനെ പറയില്ല. എന്നോടൊന്ന് പറഞ്ഞൊഴിക്കുമ്പോ ഒഴിവാക്കല്ലെന്നൊന്ന് പറഞ്ഞൊഴിക്കുമ്പോ എന്തെങ്കിലാണ് പറഞ്ഞാ ഓളം തുടങ്ങും. ഓളൊരു മുതല കണ്ണീരേറ്റ്. ഇനി എത്ര കരഞ്ഞിട്ടും ഇവിടെ ആരും അത് കേൾക്കാൻ നിക്കണില്ല. ജാബി പറഞ്ഞില്ലേ, അതന്നെയാണ് ഇവിടുത്തെ തീരുമാനം. 10 പൈസക്ക് വജ്ജില്ലാനും എന്നാ ഇവിടുന്ന് പോകാനുള്ളൊരിതേ. ഞാൻ വിളിച്ചു പറഞ്ഞു എന്താ വെച്ചാ തീരുമാനം എടുക്കാനുള്ളത് നാളെ രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തരും. ഞാൻ അവിടുന്ന് എന്താ വെച്ചാ തീരുമാനം എടുക്കാം. ഇങ്ങോട്ട് വരാൻ പറ്റുന്നുള്ള ഇജ്ജ് വിചാരിച്ചണ്ട. ആയിക്കോട്ടെ, ഇജ്ജ് പറഞ്ഞ മാതിരിക്ക് എന്നെ കാട്ടാം. എനിക്കും ജാബി പറഞ്ഞ മാതിരിക്ക് എന്നെ പറയാനുള്ളൂ. എന്താ റബ്ബ് ഞാൻ ചെയ്യാം? വിലക്കെന്നെ ഒഴിവാക്കാൻ വേണ്ടി നിക്ക. എന്റെ വീട്ടിൽ ഞാൻ പോയി കഴിഞ്ഞ അവൾക്ക് നാണക്കേടുമാണ്. ഞാൻ പണ്ട് ചെന്ന എല്ലാവർക്കും ഒരു ബാധ്യത ആകും. ഇവിടെ ആണെങ്കിൽ നിർത്തൂല്ല. ഞാൻ എന്താ ചെയ്യ? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇതെന്തിനും എന്നോട് ഇങ്ങനെ വില പെരുമാറുന്നു? എന്തിനും കുറ്റം കാര്യമായതുകൊണ്ട് എന്താ ചെയ്യണ്ട അറിയില്ല. വീട്ടിക്ക് പോകാൻ വയ്യ. ഇവിടെ നിർത്തൂല്ല. എന്താ ചെയ്യ? ഇതൊന്നും കരുതിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരല് നടക്കൂല മോളെ. എനിക്കറിയില്ല, എൻ്റെ തായൊക്കെ കുട്ടികളുള്ളതാ. ഇജ്ജ് ഇവിടെ വന്ന് നിന്നാൽ ഓലൊക്കെ ഭാവിയും കൂടിയാണ് പോവുക.
ഇത് കുറെ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒഴിവാക്കണം നോക്കാൻ കണ്ടപ്പോ അങ്ങനെ സഹിച്ച് ജീവിക്കാൻ പറ്റാ. അത് പട്ടിണി പോയിക്കാണ്ട് പേര് പോയിക്കോ. ജിൻ ഇത് വാപ്പാനോടൊന്നും വിളിച്ച് പറയാൻ നിൽക്കണ്ട. ആ മനസ്സിന് താങ്ങാൻ കഴിയൂല ഇതൊക്കെ കേട്ടാല്. എല്ലാവർക്കും ഞാൻ ബാധ്യത. ആർക്കും വേണ്ട. എന്റെ വീട്ടിൽ പോയാലും ഒൽക്കും ഇടുന്നവരാണ്. ഇവിടെ ഒൽക്കും വേണ്ട. എന്തിനാ ഞാൻ ജീവിക്കണം? വേണ്ട, ഞാൻ ജീവിക്കൂല. ആർക്കും വേണ്ടാതെ എല്ലാരും ഇടുന്നറാക്കിട്ട് നീ ജീവിക്കണ്ട. വേണ്ട. ആർക്കും വേണ്ടാത്ത ഇതിന്ന് ഞാൻ പോവാ. ആർക്കും ഒരു ഇടങ്ങാറാവുന്നില്ല. എല്ലാവർക്കും ഞാൻ നല്ല ബുദ്ധിമുട്ട്. വീട്ടിൽ ചെന്നാൽ അവിടെയും വേണ്ട, ഇവിടെയും വേണ്ട. എല്ലാരും ഞാൻ സ്നേഹിക്കാൻ മാത്രല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് എന്നോട് എന്തിനെല്ലാരും ഇങ്ങനെ കാട്ടണം? ഞാൻ പോവാ. ഞാൻ ജീവിക്കണില്ല.